ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ണൂർ കോഴിക്കോട് പ്രത്യേകിച്ചിട്ട് നമ്മൾ മലബാർ ഭാഗത്ത് ഒരു ഇറച്ചിച്ചോറ് എന്ന് പറഞ്ഞൊരു ചോറുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ബീഫ് കൊണ്ടാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിന്ന് ബീഫ് കൊണ്ടുള്ള ഈ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. കാണാൻ ഏകദേശം മജ്ബൂസ് പോലെ ഉണ്ടെങ്കിലും ഇത് സ്പൈസിയാണ്. നമ്മളെ നാടൻ മസാലകളെല്ലാം ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. പണ്ടെല്ലാം ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈ ഇറച്ചിച്ചോറാണ് നമ്മളെല്ലാം ഉണ്ടാക്കൽ. അതിൻ്റെ കൂടെയാണ് തേങ്ങാ ചട്നി. ഞാൻ എല്ലാത്തിലും തേങ്ങാ ചട്നി മസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണ്. തൈരും ഉണ്ടാക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പ് പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കൊട്ടുള്ളതും കൊട്ടില്ലാത്തതും, അതായത് എല്ലുള്ളതും. എല്ല് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വാങ്ങുമ്പോൾ മിക്സ് ആയിട്ട് വാങ്ങലാണ് നല്ലത്. ഞാനിത് കറി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കറിയിൽ ഉപ്പ് കൂടിപ്പോയാലും എരിവ് കൂടിപ്പോയാലും ഒന്നും കുഴപ്പമില്ല. നമ്മളിത് ചോറിൽ മിക്സ് ചെയ്യുന്നതാണ്. കറി വെക്കാൻ വേണ്ടിയിട്ട് 7 ഉള്ളി എടുത്തിട്ട് അത് ചെറുതായോണ്ടാണ്. വലുതാണെങ്കിൽ നമ്മളൊരു 4 or 5 എടുത്താൽ മതി. 2 കിലോ ബീഫ് ഉണ്ടല്ലോ, ഒരു 3.5 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ കണ്ട ഈ ഒരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 പച്ചമുളക്. ഇനി ഉള്ളി നമുക്ക് ഈ ഒരു ഇതിൽ നൈസായിട്ട് കട്ട് ചെയ്യണം. അത് നീളത്തിൽ കട്ട് ചെയ്താൽ മതി. ഞാൻ ആദ്യമെല്ലാം അധിക വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഇത് ഞാൻ ഇപ്പം 4 വർഷമായി എൻ്റെ കൂടെ. ഇത് ഐക്കേൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് തക്കാളിയാണ്. തക്കാളി നോർമലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ വേണം കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാനിത് പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഞാനിത് കറി വെക്കുന്ന സമയത്ത് ഉള്ളി മുറിച്ചിടുമ്പോൾ തന്നെ തക്കാളിയും കുക്കറിൽ മുറിച്ചിട്ട് വെക്കലാണ് പതിവ്. ഇപ്പോൾ തക്കാളിയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം. ഞാൻ ഈ ഒരു അമ്മിക്കുട്ടിയിലാണ് ചതച്ചെടുക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചതച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താലും നല്ലതാണ് കേട്ടോ. പക്ഷേ ഇത് ഈസി പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതാകുമ്പോൾ മിക്സിയെല്ലാം എടുത്ത് കുറച്ച് പണിയല്ല. ഇതിൻ്റെ കറക്റ്റ് അളവ് 2 ടേബിൾ സ്പൂൺ ആണ്. കാരണം ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നല്ല വലുപ്പം ഉണ്ടാവും. നാട്ടിൽ അതുപോലെ എല്ലാം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂണിൻ്റെ അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി പച്ചമുളക് നീളത്തിൽ ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. ഇനി തീ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ ബീഫല്ലേ നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, രണ്ടായാലും പ്രശ്നമില്ല. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് ഈ നെയ്യിലെല്ലാം ഒന്ന് പിടിക്കുന്ന തരത്തിൽ ആക്കിയെടുത്തതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇറച്ചിക്കറി ഉണ്ടല്ലോ, ഇത് മൊത്തത്തിൽ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കും കേട്ടോ. ഉള്ളിയൊന്നും വാട്ടാണ്ട് അങ്ങനെയും ഞാൻ ചെയ്യലുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇനി തക്കാളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ബീഫ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ നമ്മൾ ബീഫ് വാങ്ങുന്ന സമയത്ത് മിക്സ് ആക്കിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാലാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടിയും വേണം കേട്ടോ ഇങ്ങനെ കറിയെല്ലാം വെക്കുന്ന സമയത്ത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ എല്ലിൻ്റെ ഇടയിലുള്ള ഇറച്ചിയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി കാണുന്ന പോലെ ഭയങ്കരമായിട്ട് എരിവൊന്നുമില്ല കേട്ടോ. രണ്ടും കൂടി മിക്സാണ്. എരിവുള്ളതും എരിവില്ലാത്ത മുളകും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണിത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെയാണ് 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്. അഥവാ മല്ലിപ്പൊടി കൂടുതൽ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാല ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെള്ളമാണ്. വെള്ളം കൂടി പോണ്ട. ആ ബീഫിനെക്കാട്ടും കുറച്ച് മുകളിലായിട്ട് വന്നാൽ മതി. ഓൾറെഡി ബീഫിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കർ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 15-20 മിനിറ്റാണ് വേണ്ടത്. 20 മിനിറ്റ്. വിസിൽ വെക്കുന്നതാണെങ്കിൽ ഒരു 8 വിസിലാണ്. എൻ്റെ കുക്കർ വേഗം വിസിൽ വരും. ഞാൻ എപ്പോൾ അത് തന്നെയാണ് പറയൽ. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ ചോറിനുള്ള അരി എടുക്കുന്നുണ്ട്. 8 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതായത് 2 കിലോ അരി. ഈ ഒരു മഗ്ഗിൽ 4 കപ്പ് അരി കറക്റ്റ്
കറക്റ്റാണ്. അപ്പോൾ ഞാൻ 2 മഗ്ഗായിട്ടാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്, വയനാടൻ കൈമ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമാണ് കേട്ടോ എടുക്കുന്നത്. ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയെല്ലാം വെക്കുന്ന സമയത്തുള്ള ഒരു ചോറിൻ്റെ അളവ്. അപ്പോൾ മഗ്ഗിൽ ഞാൻ 3 പ്രാവശ്യം വെള്ളം എടുക്കണം. ഞാനെപ്പോൾ ഇങ്ങനെ അരി ഇളക്കുന്ന സമയത്ത് കുറച്ച് വലിയ മഗ്ഗിലെല്ലാം ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ വെള്ളം വേഗം അളന്നിട്ട് ഒഴിക്കാൻ പറ്റും. ഇനി അരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, ഒരു 3 പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ, സമയമായിട്ടുണ്ട്. കറി നല്ലോണം സെറ്റായിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ലേ, അതുകൊണ്ട് അതിലേക്ക് മേക്കപ്പം അതുപോലെ തന്നെ ഉപ്പും കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്പാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊരു 2.5-3 കിലോന് ചോറ് വെക്കാനെല്ലാം കറക്റ്റാണ്. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറിയിലുള്ള ഈ പീസെല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അത് വെള്ളം അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലുള്ള ഇറച്ചിക്കറിയും നമ്മൾ ഒഴിക്കുന്ന വെള്ളവും കൂടിയിട്ട് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പം ചോറ് വെന്തിട്ടിട്ടും അല്ലെങ്കിൽ ചിലപ്പം ചോറ് വേവാണ്ടിട്ടും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ്. പീസെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിലാകെ കുറച്ച് കറിയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ട ഇത്രയും ആയിട്ടാണുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു 1-1.5 ഉള്ളിലായിരിക്കും ഉണ്ടാവും മഗ്ഗിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയും പീസ് ഉണ്ട് കേട്ടോ ഇറച്ചീൻ്റെ പീസ്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശു നെയ്യ് എന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് മിൽമ, ആശീർവാദ്, പിന്നെ അതുപോലെ തന്നെ RKG, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന പ്യൂർ ഗീ, അതും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മിക്സ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ചോറ് വെക്കൽ. എപ്പോഴും രണ്ടും കൂടി മിക്സാണ്. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, പിന്നെ ഒരു 5-8 ഏലക്കായ്, 4 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, മണിക്കുരുമുളക്, പിന്നെ ഗ്രാമ്പൂൻ്റെ ഇല 2 എണ്ണം, ഒരു പട്ട 2 ആക്കി എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു മഗ്ഗിലേക്ക് ഞാൻ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ അരി അളന്ന അതേ മഗ്ഗാണ്, അതിൽ കറക്റ്റ് 1.25 കറിയാണ് ഉള്ളത്. ഇനി ബാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ബാക്കി വെള്ളവും അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഇത് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഇറച്ചിച്ചോറ് വെച്ച സമയത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ ഹസ്ബൻഡിന് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനതങ്ങ് സിഗ്നേച്ചറായിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇടാണ്ടും ചെയ്യാം, ഓപ്ഷനിലാണ്, ഇത് നിർബന്ധമില്ല. അപ്പം മൊത്തത്തിൽ ഞാൻ 3 മഗ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 മഗ് അരി എടുത്തുകൊണ്ട് 1.5 വെച്ചിട്ട് 3 മഗ് കറിയും വെള്ളവും എല്ലാം മിക്സ് ആക്കിയിട്ട് 3 മഗ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇറച്ചിൻ്റെ പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കൂടുതൽ പോലെയില്ലേ, അതാണ് പറഞ്ഞത്. നമ്മൾ നോർമലായിട്ട് അളക്കൊന്നും ചെയ്യാണ്ട് നമ്മൾ അരി എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും, ചിലപ്പം അരി വേവാണ്ടെല്ലാം നിൽക്കും. ഇനി അരി ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് അരി കഴുകിയ സമയത്ത് അരിപ്പയിലിട്ട് വെക്കണം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചെറുനാരങ്ങയാണ് അത്. അരി നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. പക്ഷേ ഈ ഇറച്ചിച്ചോറ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പറ്റുന്ന ടൈപ്പായിട്ടാണ് നമുക്ക് കിട്ടുക. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചമ്മന്തി ഉണ്ടാക്കാം. അരി വേവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കണക്കാക്കാം. നമുക്ക് നോക്കാം ഇത് വേഗം വെന്ത് കിട്ടോ ഇല്ലയോ നോക്കാം. ഈ അരി വേഗം വേവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആകുന്ന സമയം കൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. 2 തേങ്ങ വാങ്ങിച്ചതാണ്. 2.75 ദിറംസ് ഉണ്ട് ഈ ഒരു തേങ്ങക്ക്. നാട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ ചിരവയെല്ലാം എടുത്തിട്ട് ചിരണ്ടിയിട്ടാണ് ഉപയോഗിക്കൽ. ഇവിടെ പിന്നെ നമുക്ക് ചിരവയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മേടിക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും പിന്നെ മല്ലിച്ചപ്പും ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത്. അപ്പോൾ ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ മിക്സാക്കിയ ചമ്മന്തിൻ്റെ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് പകുതിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മിക്സിയിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടൂല. അതുകൊണ്ട് പകുതിയായിട്ട് ഇട്ട് കൊടുക്കലാണ് നല്ലത്. അങ്ങനെ നമ്മളെ ചമ്മന്തി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ചോറിനും എനിക്ക് ചമ്മന്തി നിർബന്ധമാണ്. നോർമൽ ചോറല്ലാത്ത
ബിരിയാണി, ഇറച്ചിച്ചോറ്, തേങ്ങാച്ചോറ് എല്ലാത്തിനും ഞാൻ ഈ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഈ മല്ലിച്ചപ്പൽ ഇട്ടുകൊണ്ട് ഒരു പച്ച കളർ വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് സുർക്ക വിനാഗിരി കുറച്ച് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞു കൊടുത്താലും മതി. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ചമ്മന്തി ഇവിടെ സെറ്റായി. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ചമ്മന്തി ഒന്ന് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി വെക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാത്തിൻ്റെയും കൂടി ഇത് അടിപൊളിയാണ്. ഇനി നമ്മളെ ചോറ് വെന്തുക്കോന്ന് നമുക്ക് നോക്കാം. വെള്ളം ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ചോറ് വെന്തിട്ടില്ല. ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അടിയിലത്തെ ചോറ് മുകളിലായിട്ടും മുകളിലുള്ള ചോറ് അടിയിലായിട്ടും ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്നങ്ങ് അമർത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് തീ കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി സമയം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചോറ് ഒന്നും കൂടി നോക്കുന്നുണ്ട്. ചോറ് വെന്തിക്കോ നമുക്ക് നോക്കണം. നമ്മളെ പറ്റിക്കോ ഇല്ലയോ എന്ന് അറിയണമല്ലോ ഈ അരി. ചോറ് ഇപ്പോൾ കണ്ട ഒരു പറ്റുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് ചൂടാല കഴിക്കാൻ. ഇതിൻ്റെ ഇറച്ചിയെല്ലാം നല്ലോണം ഒരു വെന്തിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൊതി തോന്നില്ലേ കഴിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമ്മളെ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തുള്ള ഇറച്ചിച്ചോറ് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാണ്ട് വെക്കൂല. ഇത് ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഉള്ളത്. ഹസ്ബൻഡിൻ്റെ ഏട്ടനും അനിയനും എല്ലാവരും വന്നിട്ടുണ്ടേനും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 കിലോ വെച്ചത്. കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഹാളിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കാസറോളും പ്ലേറ്റിലെല്ലാം ആക്കി മാറ്റുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. പിന്നെ നമ്മൾ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നതിനെക്കാട്ടും സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. എൻ്റെ വീഡിയോ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കണ്ട ഞാനിത് കഴിക്കുന്ന സമയത്ത് തൈരും ചമ്മന്തിയെല്ലാം കൂട്ടിയിട്ടാണ് കഴിക്കുക. എന്നാലാണ് അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. Thank you for watching. Please like and subscribe.